വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താട്ടോ. സമയം രാവിലെ 11 മണിക്ക്. ഞാൻ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി നടന്നിങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അട്ടപ്പാടിയിലെ നരസിമുക്ക് വ്യൂ പോയിൻ്റ് കാണാനാണ്. നമുക്ക് മണ്ണാർക്കാട് ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി അട്ടപ്പാടി ബസ് കയറി പോകണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന കാഴ്ചകളും അട്ടപ്പാടി ചുരം കയറിയുള്ള ഒരു KSRTC യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം 11 മണിയായിട്ടുള്ളൂ. ചായയൊക്കെ കുടിക്കണം. ചായ ഒന്നും കുടിച്ചിട്ടില്ല. നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം പുറത്തേക്ക് എത്തിയിട്ടു. ഇനി നമുക്ക് ഇവിടുന്ന് ഇതാ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഭാഗത്തേക്കൊക്കെ ബസ് കിട്ടും. നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ബസ്സൊക്കെ കയറിയിട്ട് പോവാം. അതിന് മുമ്പ് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കണം കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ എറിഞ്ഞ് ചായ കുടിക്കാൻ കയറാം. ഭാഗത്തേക്കായിട്ട് നല്ല തണലാട്ടോ, മരങ്ങളൊക്കെ കാണാം നമുക്കിവിടെ. ഈ ഭാഗത്തായിട്ട് നമുക്കിതാ ഒരു ഹോട്ടൽ കാണാം കേട്ടോ. അവിടെ കയറി ചായ എന്തെങ്കിലും കുടിച്ചിട്ടാക്കാം ബാക്കി പരിപാടികൾ. ഇതൊരു പാലാട്ടോ ഇത്. നമുക്ക് ബസ് കയറാനൊക്കെ പോകേണ്ടത് ആ ഒരു സൈഡിലേക്കാണ്. നമുക്ക് ആദ്യം പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. നമ്മളത് അങ്ങനെ 2 പൊറോട്ടയും ഒരു മീൻകറിയും പറഞ്ഞിട്ടോ. ഇതവിടെയായിട്ട് ചായ എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ചിട്ടാവട്ടോ ബാക്കി പരിപാടികൾ. അങ്ങനെ നമ്മളിതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മണ്ണാർക്കാട് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇതവിടെയായിട്ട് കാണാം നമുക്ക് ആനക്കട്ടിയിലേക്ക് പോകുന്ന ബസ്. ഈ ബസ് കയറിയിട്ടാണ് നമ്മൾ ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോകേണ്ടത്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് സ്റ്റാൻഡ്. നമ്മളങ്ങനെ ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ ഇരുന്നേക്കാം കേട്ടോ. ബസ്സിൽ ഇപ്പോൾ ആളൊന്നും കയറിയിട്ടില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് എന്തായാലും കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അട്ടപ്പാടി ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. സമയം 12 കേട്ടോ. നമ്മുടെ വണ്ടി ഇതാ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ്. വണ്ടി ഇതാ സ്റ്റാർട്ടാക്കി സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കേട്ടോ. യെസ്, നമ്മളിതാ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഹൈവേ പോലീസിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാട്ടോ പോകണത്. റൈറ്റിലേക്ക് പെരിന്തൽമണ്ണ റോഡാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് കേട്ടോ. സമയം 12:30 ടൈം ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കാണ്. നമുക്ക് ഒരുപാട് കടകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് യെസ് നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്കും നമ്മളിതാ ടിക്കറ്റ് എടുത്തേക്കാണ്. 53 രൂപ കേട്ടോ ഒരാൾക്ക്. അത്യാവശ്യം നല്ല തിരക്കാണ് നമുക്ക്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാട്ടോ നമുക്ക് പോകേണ്ടത്. നേരെ പോകുന്നത് പാലക്കാട് ഭാഗത്തേക്കാണ്. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഈ വഴി കയറിയപ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല ഗട്ടറാട്ടോ നമുക്ക്. വണ്ടിയൊക്കെ ഇതാ ചാടി ചാടി ചാടിയാണ് പോകുന്നത്. നല്ല ഗട്ടർ കാണാം കേട്ടോ അങ്ങോട്ട്. അതുപോലെ മുന്നിലേക്ക് ഇതാ നല്ല മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴയൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് വീണ്ടും കുഴികളിലേക്ക് ചാടിയത് കേട്ടോ. മൊത്തം കുഴികളാട്ടോ. എന്താ ഭംഗി നോക്കി ഈ ഒരു സ്ഥലം കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്കും വീണ്ടും നല്ല കുഴിയാട്ടോ, ഗട്ടർ. ഈ KSRTCയുടെ ആണെങ്കിലും ഏത് വണ്ടിയുടെ ആണെങ്കിലും മുന്നിലിരുന്നിങ്ങനെ പോകുമ്പോൾ ഈ സ്റ്റിയറിംഗ് കൊണ്ടുള്ള ഈ പരിപാടി കാണാൻ നല്ല രസമാട്ടോ. മിക്ക ആൾക്കാരും ശ്രദ്ധിക്കുന്നൊരു കാര്യമായിരിക്കും. ഇതുണ്ടല്ലോ റോഡിൻ്റെ അവസ്ഥ. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ചെളി, വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ പൊടി. ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ. വീണ്ടും കുഴി, മൊത്തം കട്ടറാട്ടോ ഈ റോഡ്. അങ്ങോട്ട് കയറിയപ്പോഴേക്കും കുറച്ച് ഭാഗം നല്ല വഴി എന്ന് പറയാൻ വരുന്നുണ്ട്, ബാക്കിയെല്ലാം കട്ടറാണ്. മുന്നിലേക്ക് ഇതാ നമുക്ക് നല്ല ഹൈറ്റിൽ മലയൊക്കെ കണ്ടു തുടങ്ങി.
കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നതാ ചുരം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പമ്പ് കാണാം. നമ്മൾ ഈ അട്ടപ്പാടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മാക്സിമം ഇവിടുന്ന് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പമ്പൊന്നും കാണില്ല. നമ്മളങ്ങനെ ചുരം കയറി തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ചുരം തുടങ്ങുന്നത്. മുന്നിലേക്ക് തന്നെ നമുക്ക് തെങ്ങിൻ്റെ കൃഷിയൊക്കെ കാണാം കേട്ടോ. ആ ഒരു സൈഡിൽ വീണ്ടും ഗട്ടറാട്ടോ. നമുക്കിത് ആ ഒരു വഴി കാണാം മുന്നിലേക്ക്. ആ ഒരു ഭാഗത്തേക്കൊക്കെ തെങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ. ഒരു കുഞ്ഞു ക്ഷേത്രം ഇവിടെ. അതിന് ആ ഒരു ഭാഗത്തേക്കൊക്കെ മല കാണാൻ നോക്കും. നമ്മളിത് അങ്ങനെ കയറ്റം കയറി തുടങ്ങുകയാണ്. വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. ഇപ്പോൾ ആ ഒരു സൈഡിലേക്കുള്ള കാഴ്ച നോക്കി. അടിപൊളി. നമുക്ക് ഈ ഇടയ്ക്ക് ഈ റോട്ടിലേക്ക് ഇങ്ങനെ അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാട്ടെ നമുക്ക്. നമ്മളിതാ കയറി വന്ന വഴി അവിടെ കാണാം. ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിലേക്കുള്ള വ്യൂ നോക്കി. ആ ഒരു ഭാഗത്ത് നമുക്ക് റോഡൊക്കെ കാണാം. നമ്മൾ കയറി വന്ന റോഡ്. ഈ ഭാഗത്തൊക്കെ നല്ല കോടയായിരിക്കും കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും നല്ല കോടയായിരിക്കും. അതുപോലെ നമ്മൾ ഈ പോകുന്ന നരസിംഹമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്ത് നല്ല കോടയും മഞ്ഞും ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല വളവാട്ടോ. അതുപോലെ റോഡിൻ്റെ വീതിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു കയറ്റം കയറി പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പിൻ കയറുമ്പോൾ നമുക്കൊരു ഒറ്റ വ്യൂ പോയിൻ്റ് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ 10ാം വളവിനടുത്തുള്ള വ്യൂ പോയിൻ്റ്. അവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണാൻ പറ്റും. നമ്മൾ പ്രൈവറ്റ് വണ്ടിയും കൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നിർത്തി ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാം കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അതൊക്കെ. എന്താ ഭംഗി നോക്കി കാണാൻ. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ വൈൽഡ് അനിമൽസിൻ്റെ ശല്യമൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാട്ടുപോത്തിൻ്റെ അതുപോലെ ആനയുടെയൊക്കെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഡ്രൈവർ ഇങ്ങനെ വളച്ചെടുക്കുന്ന കാണാൻ അടിപൊളിയാട്ടോ. നമ്മളങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നേക്കാണ്. നമ്മൾ 10ാം വളവിനൊക്കെ അടുത്തെത്താറായിട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴൊക്കെ നമുക്ക് കാണാം കേട്ടോ. റോട്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഒഴുകി ഇറങ്ങുന്നത്. എവിടെയായിട്ട് നമുക്ക് ആ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. മുകളിലേക്കുള്ള കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മളിതാ കയറി വന്ന വഴിയാട്ടത്.
ഇതാ ഭംഗി. അത്യാവശ്യം നല്ല വലിയ വളവുകളാട്ടെല്ലാം. നമ്മളിത് അങ്ങനെ 10ാം വളവിനടുത്തേക്ക് എത്താറായിട്ടോ. നമ്മളിത് അങ്ങനെ 10ാം വളവിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കട്ടെ. ഇവിടെ ഈ 10ാം വളവിനടുത്തായിട്ട് നമുക്കൊരു ഡ്രോയിങ് ഒക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു ഡ്രോയിങ് ഈ അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം, വലതുവശത്ത് കേട്ടോ. ഇതവിടെയായിട്ട് കാണാൻ പറ്റും നമുക്ക്. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ബസ് അങ്ങനെ ഇവിടെ നിർത്താറില്ല കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും നമുക്ക്. ഇതവിടെയായിട്ട് കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നതും അതുപോലെ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ ഐസ്ക്രീമിൻ്റെ ആയിട്ടും വെള്ളത്തിൻ്റെ ആയിട്ടും അതുപോലെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ വണ്ടി ഇതാ റിവേഴ്സ് എടുത്തിട്ട് വേണം കേട്ടോ ഇനി അങ്ങോട്ട് കയറാൻ. ഒറ്റയടിക്ക് ഒടിഞ്ഞ് കിട്ടുന്നില്ല. എന്താ ഭംഗി നോക്കി ഇവിടെ അങ്ങോട്ട് കാണാൻ. ഇതാ പുഴയുടെ മുകളിൽ കൂടെ നമുക്കൊരു കുഞ്ഞ് പാലം കാണാം കേട്ടോ. അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മളിത് ഏകദേശം ഗൂളിക്കടവ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഗൂളിക്കടവ് ടൗണാണ്. ഈ ഒരു ഭാഗത്തുള്ള അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഈ ഗൂളിക്കടവ് ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് വാഹനങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗൂളിക്കടവ് നമ്മളിതിന് മുമ്പ് മൂലകെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഗൂളിക്കടവ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഗൂളിക്കടവ് എന്നാണ് സ്റ്റോപ്പിൽ എത്തിട്ടോ. നമ്മുടെ വണ്ടി നമ്മൾ വന്ന വണ്ടി വരുന്നു കേട്ടോ. അങ്ങനെ ബസ് പോയിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് നരസിംഹത്തിലേക്ക് ഏതെങ്കിലും ഓട്ടോ എടുത്തിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ കാണുന്നുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഓട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം. മുന്നിൽ അവിടെയൊക്കെ ആയിട്ട് ഓട്ടോ കിടക്കുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടായിരുന്നു കേട്ടോ. മൂലകെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറേ ഓട്ടോ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി കയറിയിട്ട് നമ്മുടെ നരസിംഹക്ക് ഭാഗത്തേക്ക് പോവാം. വണ്ടിയിലാട്ടോ നമ്മുടെ നരസിംഹക്ക് വ്യൂ പോയിൻ്റ് പോകുന്നത്. ഇവിടുന്ന് 100 രൂപയാണ് നരസിംഹക്ക് വ്യൂ പോയിൻ്റ് വരെ വരുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും ഇതിൽ കയറി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോ എടുത്തേക്കാട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇവിടെ ആയിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സ്കൂള്. നരസിംഹക്ക് വ്യൂ പോയിൻറ്റ് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ വരുന്നുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത് നരസിംഹക്ക് വ്യൂ പോയിൻറ്റിലേക്ക്. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല കയറ്റാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിലേക്കും കാടൊക്കെ കാണട്ടെ നമുക്ക്. അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്ത് അതായത് നരസിംഹക്ക് വ്യൂ പോയിൻറ്റിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 1-2 ഹോട്ടലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ട്രക്കിങ് തുടങ്ങാം. ആ ഒരു വാതികൾ കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. നമ്മളിതാ കുറച്ച് ദൂരം മുന്നിലേക്ക് വന്ന് ഓട്ടോ ഇറങ്ങിട്ടോ. നമ്മൾ വന്ന ഓട്ടോ നമ്മുടെ ഈ ഗൂളിക്കടവ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാനാകെ 2.5 കിലോമീറ്റർ ഉള്ളൂ. 100 രൂപ കേട്ടോ. ഫിക്സഡ് ചാർജാണ്. അതിൽ കുറയുമില്ല കൂടുമില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ തന്നെ നോക്കി അടിപൊളിയാണ്. അതുപോലെ ഇവിടെ ആയിട്ട് 2-3 കടയൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പണല്ല. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. നമുക്കിനി വ്യൂ പോയിൻറ്റിലേക്ക് പോകേണ്ടത് ഈ ഒരു വഴിയാണ് കേട്ടോ. അതായത് നമ്മുടെ നരസിംഹക്ക് മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി ഈ കാണുന്നതാണ്. ഇവിടെ ആയിട്ട് അടച്ചിട്ടിരിക്കുന്ന കടയാണ് കേട്ടോ. നമുക്ക് വ്യൂ പോയിൻറ്റ് കഫേ. നമുക്കെന്തെങ്കിലും ഈ വഴി പോവാം. ഭയങ്കര കാറ്റാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമുക്ക് പോകാനുള്ള വഴി അങ്ങോട്ട് കാണാം. ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യൂ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം കേട്ടോ. നല്ല തട്ടായിട്ടുള്ള കൃഷി ഏരിയകളും അവിടുന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ചെറിയൊരു വ്യൂ പോയിൻ്റാണ് തോന്നുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളി കാഴ്ചയാണ്. ആ ഒരു സൈഡിലേക്കും അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കേട്ടോ. അങ്ങോട്ട് വഴി ഉണ്ടോയെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ വഴി പോലെയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി
ആ ഒരു ഭാഗത്തേക്ക് മൊത്തം നമുക്കിതാ തട്ടായിട്ടുള്ള ഒരുപാട് കൃഷി ഏരിയകളും അതുപോലെ അങ്ങോട്ടൊക്കെ കുറേ വീടൊക്കെ കാണാം കേട്ടോ. കുറേ വാഴത്തോട്ടമൊക്കെ ഇതാ ഒരു ഭാഗത്ത് കാണാം. ക്യാമറയിലധികം ക്ലിയർ കാണില്ല, നല്ല കാറ്റാട്ടോ. ഈ ഒരു വഴി കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. നമുക്കിതാ അതിലെങ്ങനെ വഴി പോകുന്നതാണ്. അതിൻ്റെ ആ കുന്നിൻ്റെ മണ്ടയിലൊക്കെ ആൾക്കാരുണ്ട്. കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറേ വിൻഡ് മില്ലൊക്കെ കാണാം. അതിലെങ്ങനെ കാണാം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ വന്ന വഴിയാണ് ഈ ഭാഗത്താട്ടോ, കയറി വന്ന വഴി, ഓട്ടോയിൽ വന്ന വഴിയൊക്കെ ഇവിടെ കാണാം. അവിടെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കുണ്ട് നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ആ ഒരു വഴി ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ സിമ്പിളാട്ടോ. നമ്മുടെ ഗൂളിക്കടവ് എന്ന സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് മണ്ണാർക്കാട് ആനക്കട്ടി ബസ് കയറി കഴിഞ്ഞാൽ ഗൂളിക്കടവ് ഇറങ്ങാം. ഗൂളിക്കടവ് നിന്ന് നമുക്ക് ഒരു 2.5 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു വ്യൂ പോയിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. നമുക്ക് നടന്ന് വരാം, നമ്മുടെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരാം. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഓട്ടോയ്ക്ക് ഫിക്സ്ഡ് ചാർജാണ് 100 രൂപ. ഇവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എന്താ വ്യൂ നോക്കി ഈ ഭാഗത്ത്. അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റാട്ടോ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നതാണ്. കുറേ പേര് ഇതാ മടുത്ത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഭാഗം കൂടെ കയറി വേണം. നല്ല കാറ്റാണ്. വലിയ ക്ഷീണമോ അല്ലെങ്കിൽ വെയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ഭാഗത്ത് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര കോടയും കാഴ്ചയൊക്കെ. പക്ഷേ ഇന്നൊന്നുമില്ല. നമ്മൾ കേട്ടോ കയറാനുള്ള വഴി ഇതാ ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക്. ഇവിടെ ആയിട്ട് ഇതൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. സർക്കാർ വനമാണ്, അതിക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹമാണ്. അറിയാത്ത പിഴ കുറ്റകൃത്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. രക്ഷയില്ലാത്ത കാറ്റാണ്. അതുകൊണ്ട് നോക്കി ഇവിടെ ആയിട്ട് മല കാണാം. അതിന് പുറകിലേക്ക് നല്ല ഹൈറ്റിൽ മല കാണാം. അതിൻ്റെ പുറകിലേക്ക് വീണ്ടും കാണാം കേട്ടോ. നമുക്ക് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കാണില്ല. അടിപൊളിയാണ്. നമ്മൾ വന്ന ഭാഗമൊക്കെ ഇതാ ആ ഒരു ഭാഗത്ത് നിന്ന് അവിടെ ഒരു കുഞ്ഞ് ഷെഡ് കാണാം കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു നമ്മൾ പോകുന്നത്. ഇനി ഇതാ കയറാനുള്ള ഭാഗത്ത് അവിടെ കാണാം. ഒരു നിരപ്പായ സ്ഥലം. നമ്മളിതാ നേരത്തെ കണ്ട ഒരു വിൻഡ് മില്ലൊക്കെ ഇതാ ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. നമുക്ക് അവിടെയായിട്ട് ഈ ഭാഗത്താ കുറച്ച് നിരപ്പായ സ്ഥലം കിടക്കുന്നത്. നമ്മളിതാ കയറി വന്നതൊക്കെ അവിടെ നിന്നാണ് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് വഴി കാണാം. നമുക്ക് ഇതിലേയും കാണാം കേട്ടോ വഴി. എല്ലാ വഴിയും കയറി നോക്കാം. ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിൻഡ് മില്ലൊക്കെ കുറച്ചും കൂടെ അടുത്തതാ അവിടെയായിട്ട് കാണാം. അതുപോലെ നമ്മുടെ ഗൂളിക്കടവ് ടൗണിൻ്റെ ഭാഗമൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗമൊക്കെ ഇതാ ഇതിലിങ്ങനെ ആ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം. എന്തായാലും നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. നമുക്കിതാ ഇനി ഇതിലിങ്ങനെ കയറി ബാക്കി ഭാഗത്തൂടെ അങ്ങോട്ട് പോവാം. ഇതാ മുകളിലേക്കുള്ള വഴി ഇങ്ങനെ കാണാം നമുക്ക്. അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. ഈ ഒരു മരത്തിന് പുറകിലൊക്കെ പാട്ടും വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിലെങ്ങനെ വഴി കാണാം നമുക്ക്. ഇതുണ്ടല്ലേ 2-3 വഴി കേട്ടോ. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അതുപോലെ ഇതാ ഇതിനുള്ളിൽ കൂടി ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നമുക്ക് ഈ ഒരു വഴി കാണാം. ഈ ഒരു വഴി കയറാം കേട്ടോ. ഇതുണ്ടല്ലേ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. കയറുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തൊലി കംപ്ലീറ്റ് പോകും. ഇത് കണ്ടില്ലേ അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. ഇവിടെ ആടൊന്നും കാണാമല്ലോ. എൻ്റെ മോനെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി താഴത്തോട്ട് ആ ഒരു ഭാഗത്തോട്ട് നോക്കി. രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗം നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഇവിടുന്ന്.
എന്താ വ്യൂ നോക്കി ഇവിടുന്ന്. ഇങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകട്ടെ നമുക്ക്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അവിടെയായിട്ട് നമുക്ക് നമ്മുടെ പുളിക്കടവ് ടൗണൊക്കെ കാണാം. ആ ഒരു ഭാഗത്ത് നല്ല അടിപൊളി കേട്ടോ ഇവിടുന്ന്. ഈ ഒരു ഭാഗത്ത് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ വലിയ തിരക്കൊന്നും ഈ ഒരു സൈഡിലില്ല. ഇപ്പോൾ താഴത്തോട്ട് കുറേ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. അതിലൊക്കെ കുറേ വഴിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ വന്ന വഴിയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയ വഴി, അതായത് എൻട്രിക്കുള്ളിലേക്ക് പോയ വഴി റോഡൊക്കെ അവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇനി കുറച്ച് താഴ്ഭാഗത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നമുക്ക് ഈ ഒരു വഴിയൊക്കെ തന്നെ അതിൽ താഴത്തേക്ക് ഇറങ്ങാം. ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ. വീടുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അതിലൊക്കെ കാണാൻ പറ്റും. നമ്മൾ വന്നിറങ്ങിയ ആ ഒരു വഴി അതിലൊക്കെ ഇങ്ങനെ കറങ്ങി അതിലൊക്കെ പോകുന്നു കേട്ടോ. അതിന് മുകളിൽ കൂടെ ഒക്കെ കാണാം നമുക്ക്. അതിലിങ്ങനെ കറങ്ങി പോകുന്നത് കാണാം. അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ വീടുകളൊക്കെ ആ ഒരു സൈഡിലുണ്ട്. അടിപൊളി കേട്ടോ കാണാൻ. ഇത് കണ്ടില്ല എന്താ ഭംഗി നോക്കി. നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയാട്ടത്. അലമ്പ് പിടിച്ച വഴിയാണ്. കാടിനകത്തൂടെ വേറൊരു വഴി. നമുക്ക് ഇതിലിറങ്ങി താഴത്തേക്ക് പോകാട്ടോ. നമ്മൾ കയറിപ്പോയതൊക്കെ ഇതിലായിരുന്നു. ഇതിലിതാ കാണാം നമുക്ക് മറ്റൊരു വഴി. ഇതിലിങ്ങനെ ഇറങ്ങി പോവാം. വലിയ കാടൊന്നുമില്ല. അയ്യോ ഇതെവിടെ എത്തിയല്ലോ. ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇത് കണ്ടില്ലേ എന്താ ഭംഗി നോക്കിയാൽ കാണാൻ. സമയം 4 മണിയൊക്കെ കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നും കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ് എങ്ങോട്ടൊക്കെ നോക്കിയാലും. വലിയ തിരക്കൊന്നുമില്ല. അതുപോലെ വലിയ മാലിന്യങ്ങൾ, വലിയ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം നിലവിലില്ല കേട്ടോ. ഇപ്പോൾ അധികമായിട്ടില്ല തോന്നുന്നു കേട്ടോ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട്. അതുപോലെ സംരക്ഷിത വനമേഖലയാണ്. വല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കാറ്റ്. അത് കണ്ടില്ലേ ഭയങ്കര കാറ്റാണ് അടിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാതെ വന്നിങ്ങനെ തിരിച്ചിറങ്ങാം കേട്ടോ. സമയം 4 ഇനി തിരിച്ച് ബസ്സൊക്കെ കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ ഈ ഒരു വഴി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. ഇതുണ്ടല്ലേ ഇറങ്ങി പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളിതാ കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതായത് റൂട്ടിലേക്ക് ഇറങ്ങി. ആ കട ഇപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മളിതാ ഒരു ഹോർലിക്സ് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. നമുക്ക് നമ്മളങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഗൂളിക്കടവ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടുന്ന് വേണം നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തേക്കൊക്കെ പോകാൻ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഗൂളിക്കടവ് നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടുള്ള നരസിമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.